വാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. ന്യൂമാഹിയിൽ ആരോഗ്യ പ്രവർത്തക ആത്മഹത്യ ചെയ്യാൻ കാരണം കോൺഗ്രസും ബിജെപിയും എന്ന ആരോഗ്യ പ്രവർത്തകയുടെ പിതാവ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് മകളെ മാനസികമായി പീഡിപ്പിച്ചു. കുറ്റക്കാർക്ക് തക്ക ശിക്ഷ ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്നും പിതാവ്. വിക്ടേഴ്സ് ചാനലിലൂടെ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവഹേളിച്ച സംഭവത്തിൽ കേസെടുത്തു. കേസ് രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കൈരളി എക്സ്ക്ലൂസീവ്. ന്യൂമാഹിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആരോഗ്യ പ്രവർത്തകയുടെ പിതാവ് കൈരളി ന്യൂസിനോട്. മകൾ ആത്മഹത്യ ചെയ്യാൻ കാരണം കോൺഗ്രസും ബിജെപിയും. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് മകളെ മാനസികമായി പീഡിപ്പിച്ചുവെന്ന പിതാവ്. വ്യാജ പ്രചരണത്തിൽ മകൾ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും വേട്ടയാടപ്പെടുന്നതിലൂടെ വിഷമം മകൾ പറഞ്ഞിരുന്നുവെന്നും ഇവർ സൂചിപ്പിക്കുന്നു. മാനസിക പ്രയാസം കാരണം 2 ദിവസം ജോലിക്ക് പോയില്ല എന്നും കുറ്റക്കാർക്ക് തക്ക ശിക്ഷ ലഭിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്നും പിതാവ് കൈരളി ന്യൂസിനോട്. കണ്ണൂർ ന്യൂമാഹിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ആരോഗ്യ പ്രവർത്തകയുടെ അച്ഛൻ ബാലരാജൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, ഈ മകൾ ഇത്തരത്തിൽ ഒരു ആത്മഹത്യാ ശ്രമം നടത്താൻ എന്താ കാരണം? യഥാർത്ഥത്തിൽ കാരണം ഹെൽത്തിലുള്ള ഈ പ്രശ്നം തന്നെ, അല്ലാണ്ട് വീട്ടിൽ അങ്ങനെയുള്ള ഒന്നുമില്ല. ഹെൽത്തിലുള്ള ഈ 3-4 ആൾ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കലുണ്ട്. അതുകൊണ്ടാണ് ചെയ്തത്. ആരൊക്കെയാണ് ഈ മകൾക്കെതിരെ സമരം നടത്തിയത്? ഇവിടെയുള്ള കുറേ കോൺഗ്രസ്സുകാരും കുറച്ച് ബിജെപിക്കാരും. കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഒരു CR റസാഖ് എന്ന് പറഞ്ഞ ഒരാൾ, പിന്നെ ഒരു രാജീവൻ, അങ്ങനെയുള്ള കുറേ ആൾ. ഇവർ ഈ കോൺഗ്രസ്സുകാരും ബിജെപിക്കാരും എന്ത് കാരണം പറഞ്ഞാണ് ഈ സമരം നടത്തിയത്? അത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മകള് മൈസൂരിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ടില്ല. നേരെ ചാലക്കര എൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ് പോയത്. ഇവിടെയാണ് താമസിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ഇവർ അവിടെ സമരം ചെയ്തത്. ഞാനും എൻ്റെ ഈ അശ്വതിയാണ് ഇവിടെയുള്ളൂ, വേറെ ആരുമില്ല. ഇപ്പം ഞാൻ ഒറ്റക്കാണ്. അപ്പോൾ ഈ സമരവും ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ മകൾക്ക് എങ്ങനെയായിരുന്നു? മാനസിക വിഷമം ഉണ്ടായിരുന്നു? ഉണ്ട്. ഓള് 2 ദിവസമായിട്ട് പോക്കില്ല, ഇവിടെ തന്നെ. ഈ മാനസിക പ്രയാസം ജോലിക്ക് പോയിട്ടില്ല. ഈ പാലിയേറ്റീവ് നേഴ്സല്ലേ വീടുകളിൽ പോയത്? പ്രത്യേകിച്ച് ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം കാര്യമായിട്ട് കഠിനാധ്വാനം അല്ലെങ്കിൽ കൂടുതൽ സമയം ജോലി ഒന്നും അങ്ങനെയൊന്നുമില്ല. ഏതൊക്കെ എങ്ങനെ എത്ര വീടുകളിൽ എങ്ങനെയാണ് ഇവിടെ? ഇവിടെ ന്യൂമാഹി പഞ്ചായത്തിലുള്ള മുഴുവൻ എല്ലാവരുടെയും പോകും. അപ്പം നാട്ടുകാർക്കെല്ലാം വേണ്ടപ്പെട്ട ഉപകാരം. അതെ അതെ അതെ. അപ്പം ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ എന്തെങ്കിലും അച്ഛനോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു വിഷമം മാനസികം? പറഞ്ഞിന് ഇങ്ങനെ 4 ആൾ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് അന്ന് ഉച്ചക്ക് പറഞ്ഞു. അപ്പോൾ അതെ, അന്ന് വൈകുന്നേരമാണ് ഇത് ചെയ്യുന്നത്. അന്ന് ഇപ്പം ഇവിടെ വന്നിന്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടെന്ന്. നിങ്ങൾ പരാതിയിൽ പറഞ്ഞാൽ? അതെ. അപ്പോൾ അതിൽ മോക്ക് ഭയങ്കര വലിയ വിഷമം ഉണ്ട്. എന്താ അച്ഛനോട് എന്താ പറഞ്ഞത്? ഇവരിങ്ങനെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് എന്ന്. കുറേ കാലമായിട്ട് മറ്റേ ഈ മനോജ് എന്ന് പറഞ്ഞാലേ, അയാൾ ഒരു കൊല്ലത്തിൻ്റെ അടുത്തായി വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് ആടെ നിന്ന്. മറ്റു തരത്തിലുള്ള ചില ശത്രുത എല്ലാം കൂടി ഈ സമയത്ത് എല്ലാം ഉപയോഗിച്ച്. ഇനിയിപ്പോൾ എങ്ങനെയാണ്? നിയമ നടപടിയായിട്ട് പോകാൻ തന്നെയാണോ നല്ലത്? പിന്നെ നിയമ നടപടി എന്തായാലും വേണമല്ലോ. പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മകളുടെ ആരോഗ്യനില എന്താണ് പറയുന്നത് ഡോക്ടർമാർ? ഇപ്പം കുറച്ചൊരു മാറ്റമുണ്ട് എന്ന് പറഞ്ഞ്, പക്ഷേ ഈ പ്രഷർ ഇടക്കിടക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഏതായാലും ഈ ഇത്തരത്തിൽ കോൺഗ്രസും ബിജെപിയും എല്ലാം ഈ PHSക്ക് മുന്നിൽ നടത്തിയിട്ടുള്ള ഈ ഒരു സമരം പ്രചരണം, ഇതിൽ മകൾക്ക് വലിയ രീതിയിലുള്ള മാനസിക പ്രയാസം ഉണ്ടായിരുന്നു എന്നാണ് അച്ഛൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അച്ഛനോട് തന്നെ ഇക്കാര്യം ഉച്ചക്ക് തുറന്നു പറഞ്ഞിരുന്നു. മാനസിക പ്രയാസം 2 ദിവസമായി ഈ പ്രയാസം കൊണ്ട് ജോലിക്കും പോയില്ല. അന്ന് ആ ഉച്ചക്ക് പറഞ്ഞതിന് പിന്നാലെ ആണ് രാത്രി ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുള്ളത്. ഏതായാലും ശക്തമായി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നവരെയും ഈ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത സന്തോഷ് കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, ന്യൂമാഹിയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആരോഗ്യ പ്രവർത്തകയുടെ പിതാവാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്.
മറ്റെന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഈ ആരോഗ്യ പ്രവർത്തകരുടെ പിതാവ് സന്തോഷുമായി പങ്കുവച്ചത്? കാരണം മകൾക്ക് നീതി ലഭിക്കും വരെ പോരാടുമെന്നാണ് ഈ അച്ഛൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രവർത്തകരുടെ പിതാവ് ബാലരാജനാണ് കൈരളി സംസാരിച്ചത്. മകളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം മകൾ ആത്മഹത്യാ ശ്രമം നടത്താനുള്ള കാരണം കോൺഗ്രസും BJPയുമാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മകൾ ക്വാറന്റൈൻ ലംഘിച്ചിട്ടുള്ള രാജ്യപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കോൺഗ്രസും BJPയുമാണ്. ഇവർ BJPക്ക് മുന്നിൽ സമരം നടത്തി, പ്രതിഷേധ സമരം നടത്തിയത് മകൾക്ക് വലിയ രീതിയിലുള്ള മാനസിക പ്രയാസം ഉണ്ടാക്കിയിരുന്നു. ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ 2 ദിവസം ജോലിക്ക് ഹാജരാക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം BJPക്ക് മുന്നിലാണ് കോൺഗ്രസും BJPയും ഇത്തരത്തിലുള്ള സമരവുമായി രംഗത്തെത്തിയിരുന്നത്. മാത്രമല്ല കോൺഗ്രസിന്റെ അടിത്തറയിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ടുള്ള മനോജൻ മാനസികമായി മക്കളെ പീഡിപ്പിക്കുന്ന സംഭവവും ഉണ്ടായി. ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ വലിയ മാനസിക സംഘർഷം ഉണ്ടായിരുന്നത്. ഈ ആത്മഹത്യാ ശ്രമം നടത്തുന്നതിലാണ് ഉച്ചയ്ക്ക് ഇക്കാര്യങ്ങൾ മകൾ തുറന്നു പറഞ്ഞിരുന്നു. സന്തോഷ് ഈ ഘട്ടത്തിൽ തുടരുക. ഇപ്പോൾ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി M. വിജയരാജൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ M. വിജയരാജൻ, ന്യൂമാഹിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ച ആരോഗ്യ പ്രവർത്തകയുടെ പിതാവ് നമ്മോട് പ്രതികരിക്കുകയുണ്ടായി. ഈ ഒരു ആത്മഹത്യാ ശ്രമത്തിനു പിന്നിൽ അവിടുത്തെ ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നുവെന്നും കോൺഗ്രസും BJPയുമാണ് ഇതിന് പിന്നിലെന്നുമാണ് അദ്ദേഹത്തിന് ആ യുവതിയുടെ അച്ഛൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വിഷയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് താങ്കളും പാർട്ടിയും ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്തുവാനാണ്? ഈ പാലിയേറ്റീവ് നേഴ്സ് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയാണ്. അവിടെ അവരുടെ സേവനത്തെക്കുറിച്ച് നാട്ടുകാരിലാകെ നല്ല മതിപ്പാണ്. പക്ഷേ ബോധപൂർവം BJPയും കോൺഗ്രസും അവിടെ ഈ സ്ത്രീയെ മാനസികമായി പീഡിപ്പിക്കുന്ന വിധത്തിലും ദ്രോഹിക്കുന്ന വിധത്തിലുമായിരുന്നു നടപടി സ്വീകരിച്ചത്. ഈ പാലിയേറ്റീവ് നേഴ്സിന്റെ സഹോദരി കർണാടകത്തിലെ ചിത്രദുർഗ ജില്ലയിൽ നിന്ന് നാട്ടിലെത്തി. പാസുമായിട്ടാണ് വന്നത്. ആരോഗ്യവകുപ്പിന്റെ നിയന്ത്രണം പൂർണ്ണമായി പാലിച്ചു. കൂട്ടാൻ പോയത് അമ്മയാണ്. അപ്പൊ അമ്മ കൂട്ടാൻ പോയത് കൊണ്ട് ക്വാറന്റൈനിൽ പോയി. കർണാടകത്തിൽ നിന്നും എത്തിയ സഹോദരിയും ക്വാറന്റൈനിൽ പോയി. അതിനുവേണ്ടി ചാലക്കരയിൽ ഇവരുടെ കുടുംബ വീട്ടിന്റെ സമീപത്ത് മറ്റൊരു ബന്ധു വീട്ടിൽ ക്വാറന്റൈൻ സംവിധാനം ഉണ്ടാക്കി. എന്നാൽ കോൺഗ്രസും BJPയും പ്രചരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിലൂടെയും പിന്നീട് പരസ്യമായി പ്രസ്താവനയിലൂടെയും സമരം നടത്തിയും പ്രചരിപ്പിച്ചത് ഈ സഹോദരിയെ കൂട്ടാൻ പോയത് പാലിയേറ്റീവ് നേഴ്സാണെന്നാണ്. അത് വാസ്തവവിരുദ്ധമായിരുന്നു. പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർ ഇപ്പോ നമ്മുടെ നാട്ടിൽ മാലാഖമാരെ പോലെ രാവും പകലും കഠിന പ്രയത്നം നടത്തുക, മറ്റൊന്നും സാമ്പത്തികമായി ആഗ്രഹിക്കാതെ നാടിനു വേണ്ടി സേവനം അനുഷ്ഠിക്കുക, ഇത് ചെയ്യുന്ന ഘട്ടത്തിലാണ് ആരോഗ്യ പ്രവർത്തകയെ മാനസികമായി ദ്രോഹിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചത്. ആ പ്രചരണമാണ് കോൺഗ്രസും BJPയും നടത്തിയത് എന്നത് നമ്മൾ തിരിച്ചറിയുന്നു. അതാണ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അവരൊരു ആത്മഹത്യാ കുറിപ്പും എഴുതി വെച്ചു. അത് പോലീസിന് കിട്ടി. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പിതാവ് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്തു. ഈ പെൺകുട്ടിയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ കോളേജിൽ നിന്ന്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ 4 പേർ പ്രതികളായി കേസെടുത്തിരിക്കുകയാണ്. ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കിയത് കോൺഗ്രസും BJPയും പരസ്യമായി ആരോഗ്യ പ്രവർത്തകർക്കെതിരായി സോഷ്യൽ മീഡിയ വഴിയും മറ്റ് പൊതുവായും സമരം പോലും അവർ നടത്തി. വാസ്തവ വിരുദ്ധമായ ഒരു കാര്യത്തിന്മേലാണ് സമരം നടത്തി ഈ പാലിയേറ്റീവ് നേഴ്സിനെ അപമാനിക്കുന്ന വിധത്തിൽ പ്രചരണം നടത്തിയത്. യഥാർത്ഥത്തിൽ കോൺഗ്രസും BJPയും നാടിനോട് മാപ്പ് പറയാം. പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർ സ്വന്തം ജീവൻ പോലും തൃണവിൽ ഗണിച്ചുകൊണ്ട് സേവന സന്നദ്ധമായി രംഗത്ത് വരുമ്പോൾ അവരെ ദ്രോഹിക്കുക എന്നുള്ളത് ഈ നാട് പൊറുക്കില്ല. അതുകൊണ്ട് കോൺഗ്രസുകാരും BJPക്കാരും സമരം നടത്തിയവ ഈ നാടിനോടും ജനങ്ങളോടും ഈ കുടുംബത്തോടും കടുത്ത ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത്.
തീർച്ചയായും ശ്രീ എം വി ജയരാജൻ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകമൊന്നാകെ ഒരു മഹാമാരിക്കെതിരെ പോരാടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഈ ഒരു മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന ആരോഗ്യ പ്രവർത്തകയ്ക്ക് നേരെയാണ് ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു അതിക്രമത്തിൽ ഇത്തരത്തിലൊരു ആരോപണത്തിൽ മനം നൊന്താണ് ഇവർ ഇത്തരത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഈ യുവതിയുടെ പിതാവ് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും മകൾക്ക് നീതി ലഭിക്കുന്നതുവരെ പോരാടുമെന്ന് തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ പാർട്ടി ഏത് രീതിയിലാണ് ഈ കുടുംബത്തോടൊപ്പം ഏത് രീതിയിൽ മുന്നോട്ട് പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? പാർട്ടി കഴിഞ്ഞ ദിവസം ന്യൂമാഹിയിൽ കോൺഗ്രസിനെയും BJPയെയും ഈ നഴ്സിനെ മാനസികമായി ദ്രോഹിക്കുന്ന വിധത്തിൽ പ്രചരണം നടത്തിയവരെയും തുറന്നു കാട്ടുന്ന പ്രവർത്തനം അവിടെ നടത്തി ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സത്യം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കാര്യങ്ങൾ വസ്തുതകൾ മുഴുവൻ അവിടെ വിവരിച്ചു. അതോടൊപ്പം അവിടെ പാലിയേറ്റീവ് നഴ്സുമാരുടെ സംഘടന ഈ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്നു. മഹിളാ അസോസിയേഷനും ഈ പ്രശ്നത്തിൽ സജീവമായിട്ട് തന്നെ ഇടപെടുകയുണ്ടായി. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇവരെപ്പറ്റി ആ പഞ്ചായത്തിലെ പാലിയേറ്റീവ് നഴ്സ് എന്ന നിലയിൽ സേവന സന്നദ്ധതയോടുകൂടി, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത്, നേരത്തെ അത് ഹോട്ട്സ്പോട്ട് പഞ്ചായത്തായിരുന്നു, അവിടെ നല്ലതുപോലെ പ്രവർത്തിക്കാൻ രംഗത്തിറങ്ങിയ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടത്തിൽ ഈ നേഴ്സും ഉണ്ടായിരുന്നു. അതാണ് വളരെ വിഷമം ആ സ്ത്രീക്കുണ്ടായത്. ഇത്രയെല്ലാം ഞാൻ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും വീട്ടിൽ പോകേണ്ട സമയത്ത് പോലും വീട്ടിൽ പോകാതെ രാത്രി വളരെ വൈകുന്നത് വരെ അവരിൽ അർപ്പിതമായ ചുമതല നിർവഹിച്ചിട്ടും തന്നോട് ഇങ്ങനെയൊരു ദ്രോഹകരമായ നിലപാട് സ്വീകരിച്ചല്ലോ. യഥാർത്ഥത്തിൽ ഈ പാലിയേറ്റീവ് നഴ്സിന് കർണാടകയിൽ പോകാൻ സമയം കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് അമ്മ പോയത്. സഹോദരിയെ അതിർത്തിയിൽ നിന്ന് കൂട്ടി വരാൻ വേണ്ടി അമ്മയെ അയച്ചത് പാലിയേറ്റീവ് നഴ്സ് തന്നിൽ അർപ്പിതമായ കടം നിർവഹിക്കാൻ വേണ്ടി ന്യൂമാഹിയിൽ പ്രവർത്തിക്കുകയായിരുന്നു. അപ്പൊ അമ്മ പോയി സഹോദരിയെ കൂട്ടി വന്നു. അവർ രണ്ടുപേരും ആരോഗ്യവകുപ്പ് നിർദ്ദേശ രീതിയിലുള്ള ക്വാറന്റൈനിൽ പോയി. എന്നിട്ട് പോകാത്തയാള് നിർബന്ധമായി ക്വാറന്റൈനിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തേണ്ട കാര്യം എന്താ കോൺഗ്രസിനും BJPക്കും? അതാണല്ലോ ഈ നടപടി ഇവർക്ക് വിഷമം ഉണ്ടാക്കിയത്. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ എം വി ജയരാജൻ ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ സന്തോഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, ഈ ഘട്ടത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കൂടി പറഞ്ഞിരിക്കുന്നത് പാർട്ടിയും കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരുന്നതിനും അവർക്ക് വേണ്ടുന്ന ശിക്ഷ നേടിക്കൊടുക്കുന്നതിനും പാർട്ടിയും ഈ കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കും എന്നാണ് ഇപ്പോൾ എം വി ജയരാജൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഈ ആരോഗ്യ പ്രവർത്തകയ്ക്ക് നീതി ലഭിക്കുന്നതുവരെ മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് പെൺകുട്ടിയുടെ പിതാവും സൂചിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും വിപിന, ഈ ആരോഗ്യ പ്രവർത്തകരുടെ പിതാവ് കഴിഞ്ഞ ദിവസം പോലീസിലെ മൊഴി നൽകുകയും പ്രത്യേക പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ ആത്മഹത്യാ ശ്രമത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായതിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. സംഭവം ഉണ്ടായതിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 4 പേർക്കെതിരെ കേസെടുക്കുകയും ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ നേരത്തെ ഈ ആരോഗ്യ പ്രവർത്തകരുടെ പിതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ സജീവ കോൺഗ്രസിന്റെ അനുഭാവിയും അതോടൊപ്പം തന്നെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുമായിട്ടുള്ള മനോജ്, പ്രാദേശിക മാധ്യമ പ്രവർത്തകനായിട്ടുള്ള അജയകുമാർ, മുരളീധരൻ, അനിൽകുമാർ, ഇങ്ങനെ 4 പേരുടെ പേര് ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട്. അവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്ത് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ മൊഴി ഇന്നലെ പരിയാരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലെത്തി തലശ്ശേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ഇതിനെതിരെ ഇവരുടെ കോൺഗ്രസിനും BJPക്കും എതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് CPIM വ്യക്തമാക്കിയിട്ടുണ്ട്. ബിബിന, വ്യക്തമാണ്. സന്തോഷാണ് വിവരങ്ങൾ നൽകിയതൊപ്പം തന്നെ നമ്മോട് പ്രതികരിച്ചത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ്. മറ്റൊരു വാർത്തയിലേക്ക്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 2 ലക്ഷത്തിലേക്ക്. കോവിഡ് മരണം 5500 കടന്നു. ദില്ലി ഗവർണറുടെ ഓഫീസിലെ 13 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. അതേസമയം കോവിഡിനെ തുടർന്ന് തകർച്ചയിലായ സാമ്പത്തിക മേഖല തിരിച്ചുപിടിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ജീവൻ രക്ഷിക്കുവാനുള്ള സംയോജിതമായ ഇടപെടലായിരുന്നു ലോക്ക്ഡൌണെന്നും മോദി അവകാശപ്പെട്ടു. 24 മണിക്കൂറിനിടെ 8171 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. തുടർച്ചയായി 3-ാം ദിവസമാണ് കോവിഡ് രോഗികളുടെ എണ്ണം 8000 കടന്നത്.
204 പേർ മരിച്ചതോടെ ആകെ മരണം 5598ആയി. രാജ്യത്ത് ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 1,98,706 ഉയർന്നു. 95,526 പേർക്ക് രോഗം ഭേദമായി. 97,581 പേരാണ് നിലവിൽ ചികിത്സയിൽ തുടരുന്നത്. മഹാരാഷ്ട്രയിൽ ആകെ രോഗബാധിതരുടെ എണ്ണം 70,013ആയി. 2,362 പേർ മരിച്ചു. കൂട്ടമായി പോലീസുകാർക്ക് കോവിഡ് ബാധിച്ചതിനു പുറമെ സംസ്ഥാനത്ത് ജനങ്ങൾ പോലീസിനെ ആക്രമിക്കുന്നത് തുടരുകയാണ്. 218 പോലീസുകാർക്ക് ഇതുവരെ ജനങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ഗുജറാത്തിൽ 17,200 പേർക്ക് വൈറസ് സ്ഥിരീകരിച്ചു. 1,063 പേർക്ക് ജീവൻ നഷ്ടമായി. 20,834 പേർക്കാണ് ദില്ലിയിൽ കോവിഡ് ബാധിച്ചത്. 523 പേർ മരിച്ചു. അതിനിടെ ദില്ലി ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിൽ 13 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. തമിഴ്നാട്ടിൽ 23,495 പേർക്കാണ് ഇതുവരെ കൊറോണ ബാധിച്ചത്. കോവിഡിനെ തുടർന്ന് തകർച്ചയിലായ സാമ്പത്തിക മേഖല തിരിച്ചുപിടിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യയുടെ 125ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു മോദി. ജൂൺ 8-ന് രാജ്യം തുറക്കുമ്പോൾ എല്ലാവരും സ്വയം സംരക്ഷിക്കാൻ നടപടികളെടുക്കണം. ജീവൻ രക്ഷിക്കാനുള്ള സംയോജിതമായ ഇടപെടലായിരുന്നു ലോക്ക്ഡൌൺ എന്നും മോദി അവകാശപ്പെട്ടു. കൈരളി ന്യൂസ്, ദില്ലി. വിക്ടേഴ്സ് ചാനൽ വഴി ഓൺലൈനിൽ ക്ലാസ് എടുത്ത അധ്യാപികമാർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ടായ അശ്ലീല പരാമർശത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ADGP മനോജ് എബ്രഹാമിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. അധ്യാപികമാരെ അപമാനിച്ച സാമൂഹ്യ വിരുദ്ധർക്കെതിരെ മന്ത്രി തോമസ് ഐസക്കും രംഗത്തെത്തി. വിക്ടേഴ്സ് ചാനൽ വഴി കയറ്റ് നടത്തിയ ഓൺലൈൻ ക്ലാസ്സിലെ അധ്യാപികമാർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അശ്ലീലമായ കമന്റും അപകീർത്തികരമായ പരാമർശങ്ങളും നടത്തിയ സാമൂഹ്യ വിരുദ്ധന്മാർക്കെതിരെയാണ് കൈറ്റ് CEO അൻവർ സാദത്ത് പരാതി നൽകിയത്. ഇതിന് പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ ADGP മനോജ് എബ്രഹാം തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനോട് നിർദ്ദേശിച്ചത്. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് എന്നിവയിലൂടെ അധ്യാപികമാരെ അപമാനിച്ചെന്നാണ് പരാതി. പ്രതികളിൽ ചിലരുടെ കമൻറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ, വാട്സപ്പ് ചാറ്റുകൾ എന്നിവ സൈബർ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അധ്യാപികമാരെ അപമാനിച്ച സാമൂഹ്യ വിരുദ്ധർക്കെതിരെ മന്ത്രി തോമസ് ഐസക്കും രംഗത്തെത്തി. വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസ്സിലെത്തിയ അധ്യാപികമാരെല്ലാം കുട്ടികളുടെയും നാട്ടുകാരുടെയും മനസ്സ് കവർന്നുവെന്നും തോമസ് ഐസക് പ്രതികരിച്ചു. എന്നാൽ അധ്യാപകരെ അവഹേളിച്ചത് നിർഭാഗ്യകരമെന്നും മന്ത്രി ഐസക് വ്യക്തമാക്കി. പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. അധ്യാപികമാരെ അപമാനിച്ച സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM പൊളിറ്റ് ബ്യൂറോ യോഗം ആരംഭിച്ചു. കോവിഡിനെ തുടർന്ന് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പൊളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നത്. നിലവിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യും. ലോക്ക്ഡൌൺ കാരണം നിരവധി അതിഥി തൊഴിലാളികളാണ് പലായനം ചെയ്യുന്നത്. ഇക്കാര്യം പൊളിറ്റ് ബ്യൂറോ യോഗം വിശദമായി ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ബസ് സർവീസുകൾ നാളെ പുനരാരംഭിക്കും. ടിക്കറ്റ് നിരക്ക് പഴയത് പുനഃസ്ഥാപിച്ചാണ് സർവീസ് ആരംഭിക്കുന്നത്. രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെയാണ് സർവീസുകൾ നടത്തുക എന്നും ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ബസ് സർവീസുകൾ നാളെ മുതൽ പൂർണ്ണതോതിൽ ആരംഭിക്കും. 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന സർവീസുകളാണ് ആരംഭിക്കുന്നത്. ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടായത്. KSRTCക്ക് ഓർഡിനറി സർവീസുകൾ, ജില്ലക്കകത്തുള്ള സർവീസുകളുടെ എണ്ണ ഞാൻ പറഞ്ഞത്. ആ സർവീസുകളെല്ലാം നാളെ ഒറ്റയടിക്കതല്ല ആരംഭിക്കുന്നത്. നാളെ മുതൽ ഈ സർവീസുകൾ ഓടിച്ചു തുടങ്ങാനുള്ള, കാരണം ഇപ്പോൾ അത് ഓടിക്കൊണ്ടിരിക്കുന്നൊരു സർവീസാണ്. അത് കുറച്ചുകൂടി കാര്യക്ഷമമായി നടത്താനുള്ള നടപടികൾ സ്വീകരിക്കും. ആരോഗ്യവകുപ്പിന്റെ മാർഗരേഖകൾ അനുസരിച്ചുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ക്രമീകരിച്ചാണ് ബസ് സർവീസുകൾ നടത്തുക. രാവിലെ 5 മണി മുതൽ രാത്രി 9 മണി വരെയാണ് സർവീസ് സമയം. അല്ല, ഇപ്പം നമ്മൾ 5 മണി മുതൽ രാത്രി 9 മണി വരെ സർവീസ് നടത്താമെന്നാണ് കേന്ദ്രത്തിൻ്റെ ഗൈഡ് ലൈനിൽ വന്നിട്ടുള്ളത്. ഒരു കാരണവശാലും ബസ്സിൽ തിക്കിക്കയറി ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം അത് നിയമ നടപടികളെ നേരിടേണ്ടി വരും. അങ്ങനെ നിയമ നടപടികളെ നേരിടേണ്ടി വരുമ്പോൾ ആ ബസ്സുകൾ സർവീസ് നടത്താൻ കഴിയാതെ പോകും. ഫലത്തിൽ അത് ജനങ്ങളുടെ യാത്രാ സൗകര്യത്തെയാണ് സാരമായി ബാധിക്കുക. അതുകൊണ്ട് പൗരസമൂഹം വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഈ കാര്യങ്ങളോട് സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. റെഡ് സോണിലും ഹോട്ട്സ്പോട്ടുകളിലും യാത്രക്കാരെ ഇറക്കുകയോ കയറ്റുകയോ ഇല്ല. പഴയ നിരക്കാകും ടിക്കറ്റിന്. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. നിരക്ക് വർധനവ് പിൻവലിച്ചത് സ്വകാര്യ ബസ് ഉടമകളെ നിരാശരാക്കിയിട്ടുണ്ട്. ഇന്ധനവില വർധനവിന്റെ അടിസ്ഥാനത്തിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടെന്നും ഗതാഗത മന്ത്രി പിന്നീട് പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ വിവരശേഖരണത്തിന് വ്യവസായ വകുപ്പ് വെബ് പോർട്ടൽ ആരംഭിച്ചു. സംരംഭം തുടങ്ങാനും നൈപുണ്യം നേടിയ മേഖലയിൽ തൊഴിൽ നേടാനും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ പോർട്ടലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിദേശത്തു നിന്നും മടങ്ങിയെത്തുന്ന പ്രവാസികളെ സഹായിക്കുന്നതിനുള്ള കടമ ഏറ്റെടുത്താണ്
വ്യവസായ വകുപ്പ് പ്രവാസികളുടെ വിവരശേഖര വെബ് പോർട്ടൽ ആരംഭിച്ചത്. പോർട്ടലിന്റെ ഔദ്യോഗിക പ്രകാശനം വ്യവസായ മന്ത്രി EP ജയരാജൻ നിർവഹിച്ചു. ലോകത്ത് ഏറ്റവും സുരക്ഷിത നാട് കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. മടങ്ങിയെത്തുന്നവർക്ക് സംരംഭങ്ങൾ തുടങ്ങാനും വിവിധ തൊഴിലിൽ നൈപുണ്യം നേടിയവർക്ക് തൊഴിൽ ലഭിക്കാനും വെബ് പോർട്ടലിൽ സഹായമുണ്ടാകും. എല്ലാ GM ഓഫീസ്, അതായത് ഞങ്ങളുടെ ജില്ലകളിലെ ഈ ഇൻഫർമേഷൻസ് എല്ലാം ജനറൽ മാനേജറുടെ ഇൻഡസ്ട്രീസ് ഓഫീസിൽ അവൈലബിളാണ്. അവിടെ ചെന്ന് നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ടാൽ ഇതിനുള്ള കഴിവുള്ള പ്രാപ്തരായ ആളുകളെക്കുറിച്ച് അറിയാൻ സാധിക്കും. 2 തുടങ്ങുന്ന സ്ഥാപനങ്ങൾക്ക് ബാങ്ക് ഫൈനാൻസ് വേണം. അത് എവിടുന്ന് കിട്ടും, എങ്ങനെ കിട്ടും, അതിനെന്ത് ചെയ്യണം, ഈ കാര്യങ്ങളെക്കുറിച്ച് ഇൻഡസ്ട്രീസിൻ്റെ ഓഫീസുകളിൽ അതിൻ്റെ GM, അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇവരെ ഇതിനു വേണ്ടി പ്രത്യേകം ചുമതലപ്പെടുത്തി ആളുകൾക്ക് ഉപദേശം കൊടുക്കുക. അപ്പോൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ 21,532 പേരാണ് വിദേശങ്ങളിൽ നിന്നും വിമാനമാർഗം എത്തിയത്. ഇതിൽ 39% പേരും ജോലി നഷ്ടപ്പെട്ടാണ് വരുന്നത്. ഈ കണക്കുകൾ ഇനിയും വർദ്ധിക്കാനുള്ള സാഹചര്യത്തിലാണ് വ്യവസായ വകുപ്പ് പ്രവാസികളെ സഹായിക്കാൻ വെബ് പോർട്ടൽ ആരംഭിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഓൺലൈൻ പഠനത്തിന്റെ പുതിയ സാധ്യതകൾ തേടി റൂട്രോണിക്സ്. ഓൺലൈൻ ക്ലാസുകൾക്ക് ആവശ്യമായ പുതിയ പഠന പദ്ധതി വ്യവസായ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് ആവിഷ്കരിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകേണ്ട ആവശ്യകതയെ മുൻനിർത്തിയാണ് ഓൺലൈൻ പഠന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഇനി മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. അമേരിക്കയിൽ ജോർജ് ഫ്ലോയ്ഡിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് വിവിധ രാജ്യങ്ങളിലെ US എംബസികളിലേക്ക് മാർച്ച്. അമേരിക്കയിലെ വ്യവസ്ഥാപരമായ മനുഷ്യാവകാശ പ്രശ്നമാണ് പുറത്തുവരുന്നതെന്ന് റഷ്യ. ജൂണിൽ നേതാക്കൾ നേരിട്ട് പങ്കെടുത്ത് G7 ഉച്ചകോടി നടത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനം മാറ്റി. കോവിഡ് ഭീഷണി തുടരുന്നതിനാൽ നേരിട്ടുള്ള ഉച്ചകോടിയിൽ പങ്കെടുക്കില്ലെന്ന് ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് മാറ്റം. മാറ്റിവെച്ച 18 സീറ്റുകളിലേക്കുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഈ മാസം 19 നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഒഴിവുവന്ന 55 രാജ്യസഭാ സീറ്റുകളിലേക്ക് 17 സംസ്ഥാനങ്ങളിൽ നിന്നായി നാമനിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 37 സീറ്റുകളിൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ബാക്കിയുള്ള 18 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. അമേഠി MPയും കേന്ദ്രമന്ത്രിയുമായി സ്മൃതി ഇറാനിയെ കാണാനില്ലെന്ന് പറഞ്ഞ് സ്വന്തം മണ്ഡലത്തിൽ പോസ്റ്ററുകൾ. അമേഠിയിലെ 13 സ്ഥലങ്ങളിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. അമേഠിയിലെ ജനങ്ങൾ ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും നിങ്ങളോട് അറിയിക്കാൻ കാത്തിരിക്കുകയാണെന്നാണ് പ്രധാന വാചകം. വിദേശ വിനിമയ നിരക്ക്. ഡോളർ 75.74, ബഹ്റൈൻ ദിനാർ 200.64, കുവൈറ്റ് ദിനാർ 245.82, ഒമാനി റിയാൽ 9.75, സൗദി റിയാൽ 20.18, UAE ദിർഹം 20.62, ഖത്തർ റിയാൽ 20.80, യൂറോ 84.29. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.